ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ വെൻ ഡയഗ്രാം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എൻ ഓഫ് എ യൂണിയൻ ബി കാണാൻ ഫോർമുലയൊക്കെ ഉണ്ട് ഇല്ലേ? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. എൻ ഓഫ് എ അറിയാം, എൻ ഓഫ് ബി അറിയാം, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അറിയില്ല. അപ്പൊ ഫോർമുല ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? യൂസിങ് വെൻ ഡയഗ്രാം അല്ലേ? യൂസിങ് വെൻ ഡയഗ്രാം എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ദിസ് ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റുകൾ ഉണ്ട് അല്ലേ? എ ഉണ്ട്, ബി ഉണ്ട്. എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. നമുക്ക് എവിടുന്ന് തുടങ്ങാം? ഫില്ല് ചെയ്ത് തുടങ്ങാം. എൻ ഓഫ് എ മൈനസ് ബി 47 ആണ്. എന്ന് വെച്ചാൽ എ മൈനസ് ബിയിൽ 47 എലമെന്റ്സ് ഉണ്ട്. എ മൈനസ് ബി എന്താണെന്ന് മനസ്സിലായോ? എയിൽ വരണം, ബിയിൽ വരാൻ പാടില്ല. അതെവിടെയാണ് വരണതെന്ന് അറിയാമല്ലോ. എവിടെയാണ് വരാ? എയിൽ വരണം, ബിയിൽ വരരുത്. അത് ഈ റീജിയനിലാണ് വരാം. ഈ റീജിയനിനകത്ത് ഈ കണ്ടില്ലേ, ഈ റീജിയനകത്തുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അവർ എയിലുണ്ട്, പക്ഷെ ബിയിലോട്ട് വന്നിട്ടില്ല. അവര് ബി എന്ന് പറഞ്ഞ സർക്കിളിലോട്ട് കടന്നിട്ടില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫില്ലിങ് അല്ലേ? എ മൈനസ് ബി 47. നൗ എൻ ഓഫ് എ 115 ആണ്. എ എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിൽ 115 എലമെന്റ്സ് ഉണ്ട്. 115ൽ 47 കൂടെ എഴുതി കഴിഞ്ഞു. അപ്പൊ ഈ സെൻട്രൽ റീജിയനിൽ എത്ര വരും? നമുക്ക് മൈനസ് ചെയ്താൽ പോരെ അല്ലേ? 115 എക്കുള്ളിലുണ്ട്, അതിൽ നിന്ന് 47 മൈനസ് ചെയ്താൽ പോരെ. 115ൽ 47 ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. റിമൈനിങ് ഇവിടെ ബാക്കി എത്രയുണ്ട്? 115ൽ നിന്ന് 47 മൈനസ് ചെയ്യാം. ശ്രദ്ധിച്ച് മൈനസ് ചെയ്യണം. 8 6 ശരിയല്ലേ നോക്കിയേ? യെസ്, 68 വരും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 68 കിട്ടും. ഇനി എ യൂണിയൻ ബി ആണ് വേണ്ടത്. ബിക്കുള്ളിൽ 326 എലമെന്റ്സ് ഉണ്ട്. ബി എന്ന് പറഞ്ഞ സർക്കിളിനുള്ളിൽ 326 ഉണ്ട്. ഈ റീജിയനിൽ എത്ര വരും? അതറിയാൻ പറ്റുമോ? ബിക്കുള്ളിൽ 326 ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ 326ൽ 68 പെടുന്നുണ്ടല്ലോ. ബാക്കി എത്ര? സോ 326 നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 68 മൈനസ് ചെയ്യാം. 326 നിന്ന് 68 മൈനസ് ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് മൈനസ് ചെയ്യുക. 8 5 258 ശരിയല്ലേ നോക്കിയേ? അതെ, 258 വരും. 258 ശരി തന്നെയാണല്ലോ അല്ലേ? അതെ. അപ്പൊ നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്ക് വേണ്ടത് എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി ആണ്. എൻ ഓഫ് എ യൂണിയൻ ബി കാണണമെങ്കിൽ ഈ 3 നമ്പേഴ്സും ആഡ് ചെയ്യണം. ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 47 പ്ലസ് 68 പ്ലസ് 258. ഇത് ആഡ് ചെയ്താലോ? ശ്രദ്ധിച്ച് ആഡ് ചെയ്യാം. 258 68. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ 258ഉം 68ഉം ആഡ് ചെയ്താൽ 326 ആണെന്ന് അറിയാലോ. ആ 326ന്റെ കൂടെ 47 ആഡ് ചെയ്യുക അല്ലേ? 326ന്റെ കൂടെ 47 ആഡ് ചെയ്യുക. So the answer is 373. 373 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇത് എഴുതിയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എൻ ഓഫ് യു ഈക്വൽ 700, എൻ ഓഫ് എ ഈക്വൽ 400, എൻ ഓഫ് ബി ഈക്വൽ 300, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 300, എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എങ്ങനെ ചെയ്യാൻ പറ്റും? 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് വെൻ ഡയഗ്രാം, അല്ലാതെയും ചെയ്യാൻ പറ്റും. ഫോർമുല ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വെൻ ഡയഗ്രാം വെച്ച് ചെയ്യാൻ പറ്റും. എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് അല്ലേ? ഡിമോർഗൻസ് ലോ ഓർമ്മയുണ്ടോ? മറന്നുപോയിട്ടില്ലല്ലോ. ഡിമോർഗൻസ് ലോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈസ് ആക്ച്വലി എ യൂണിയൻ ബി ഓൾ ഡാഷ് ആണ്. നോട്ട്ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയേ. എ യൂണിയൻ ബി ഓൾ ഡാഷ് ആണ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ.
എൻ ഓഫ് എ ഡാഷ് കാണണമെങ്കിൽ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ ചെയ്താൽ മതി അല്ലെ? അങ്ങനെ ഒരു ഐഡന്റിറ്റി ഏറ്റവും ലാസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കോംപ്ലിമെന്റിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് കാണാൻ പറഞ്ഞാൽ യുന്ന് എ മൈനസ് ചെയ്യണം, പഠിച്ചിട്ടുണ്ട്. സോ എൻ ഓഫ് എ യൂണിയൻ ബി കാണണമെങ്കിൽ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതും. ഇത്രയും ക്ലിയർ ആയാലോ? ദാറ്റ് ഈസ് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല എന്താണെന്ന് അറിയാമോ? എഴുതി തന്നിട്ടുണ്ടല്ലോ. എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇങ്ങനെ വരും. നമുക്ക് നേരെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എൻ ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 മൈനസ് എൻ ഓഫ് എ 400, എൻ ഓഫ് ബി 300, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 300. ശരി തന്നെയല്ലേ? നോക്കിയേ, നമ്മൾ എഴുതിയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണം ശരി തന്നെയല്ലേ എന്ന്. എൻ ഓഫ് യു 700 മൈനസ് 400 പ്ലസ് 300 മൈനസ് 300 ചെയ്തു വരുമോ? കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. വാട്ട് ഈസ് ദ ആൻസർ? 300 വരും. ചെയ്തു നോക്കാം. 300 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇത് എഴുതിയെടുത്തോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വി ക്യാൻ യൂസ് ഷോർട്ട് കട്ട് മെത്തേഡ്സ്. ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഷോർട്ട് കട്ട് ടെക്നിക്സ്. ഇവിടെ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ അതാണ് അറിയേണ്ടത്. ഇവിടെ പറയുന്നത് എ ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ എ മൈനസ് ബി. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എ യൂണിയൻ ബി മൈനസ് എ ഈക്വൽ എ യൂണിയൻ ബി. തേർഡ് വണ്ണും തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഇത് ഐഡന്റിറ്റി ആണോ അതോ ഐഡന്റിറ്റി അല്ലേ എന്നുള്ളത് ചെയ്യാൻ പറ്റും. വി ക്യാൻ യൂസ് ഷോർട്ട് കട്ട് ടെക്നിക്സ്. എങ്ങനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡ്? എയും ബിയും എന്താണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആൻസർ കാണാൻ പറ്റും. എങ്ങനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡ്? പറഞ്ഞുതരാം. ഒരു വെൻ ഡയഗ്രം വരയ്ക്കാം. ഒരു വെൻ ഡയഗ്രം വരച്ചിട്ട് ദേ ഇത് എയും ഇത് ബിയും ഇത് യൂണിവേഴ്സ് സെറ്റ് ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിനകത്ത് സ്പേസിനകത്ത് എന്തെങ്കിലും തോന്നുന്ന എലമെന്റുകൾ എഴുതാം. 1 2 3 4. ഒരു എലമെന്റ് മതിയേ. ഷോർട്ട് കട്ട് മെത്തേഡാണ്. നമുക്ക് ഏതെങ്കിലും മെത്തേഡ് ചെയ്തിട്ട് ആൻസർ കിട്ടിയാൽ പോരെ, ഡയറക്റ്റ് മെത്തേഡ് വേണ്ട. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡ് എ ആണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ 1 2 ആണ്. ഇത് കണ്ടാൽ അറിയാലോ. സെറ്റ് എക്കകത്ത് വരുന്ന എലമെന്റ്സ് 1, 2. നമുക്ക് റൈറ്റ് സൈഡ് ചെയ്യാം. അതാണല്ലോ കുറച്ചുകൂടി വലിയൊരു എക്സ്പ്രഷൻ. എ യൂണിയൻ ബി ഞാനിവിടെ എഴുതാം. എ യൂണിയൻ ബി യൂണിയൻ എ മൈനസ് ബി അല്ലേ? എ യൂണിയൻ ബി അത് വേഗം പറയാമോ? എ യൂണിയൻ ബി, എയുടെയും ബിയുടെയും യൂണിയൻ എടുത്താൽ 1 2 3. യൂണിയൻ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം വരുന്ന എലമെന്റ് അത് 1 ആണ്. ഇപ്പൊ തന്നെ ആൻസർ കിട്ടി എങ്കിൽ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. 1 2 3 യൂണിയൻ 1. 1 2 3 തന്നെയാണ്. 1 2 3 1 രണ്ടാമത് എഴുതില്ല. ഇത് എ അല്ല. ലെഫ്റ്റ് സൈഡിൽ എ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് സൈഡ് ചെയ്ത് തന്നപ്പോൾ 1 2 3 കിട്ടി. എ അല്ല. എ എന്ന് പറഞ്ഞാൽ 1 2 ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഫോൾസ്. നമുക്കിനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? എ യൂണിയൻ ബി മൈനസ് എ യൂണിയൻ ബി ആണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. എ യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ആണല്ലോ. യൂണിയൻ ബി മൈനസ് എ എന്താണെന്ന് പെട്ടെന്ന് പറയാമോ? ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട് എയിലില്ല.
ബിയിലുണ്ട് എയിലില്ല. അത് ഏത് എലമെൻ്റ് ആണ്? 3 ആണ്. സോ എ യൂണിയൻ ബി മൈനസ് എന്ന് പറഞ്ഞാൽ എ ഞാൻ എഴുതി 1,2, ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബിയിൽ ഉണ്ട് എയിലില്ല. അതേതാ? 3 ആണ് അല്ലേ? അപ്പോൾ ഇത് യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3 അല്ലേ കിട്ടുന്നത്? യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3 ആണ് കിട്ടുന്നത്. ഇനി റൈറ്റ് സൈഡ് നോക്കിയേ. ലെഫ്റ്റ് സൈഡ് ഞാൻ ചെയ്തപ്പോൾ എനിക്കിത് കിട്ടി. റൈറ്റ് സൈഡ് എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി 1, 2, 3 ആണല്ലോ അല്ലേ? എ യൂണിയൻ ബി 1, 2, 3 ആണ്. ദിസ് ഈസ് സെയിം ആസ് എ യൂണിയൻ ബി 1, 2, 3. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്, ട്രൂ ആണ്. LHS ഈക്വൽ ടു RHS. ഇനി 3 കൂടി നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് സൈഡ് എന്താണെന്ന് ആദ്യം പറ. എ യൂണിയൻ ബി മൈനസ് എ മൈനസ് ബി. അതാദ്യം ചെയ്യാം അല്ലേ? എ യൂണിയൻ ബി മൈനസ് എ മൈനസ് ബി. എ യൂണിയൻ ബി എന്താണ്? എ യൂണിയൻ ബി 1, 2, 3 ആണ്. മൈനസ് എ മൈനസ് ബി. എ യൂണിയൻ ബി 1, 2, 3 മൈനസ് എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം വരുന്ന എലമെന്റ്, അത് 1 ആണ്. ശരിയല്ലേ? അപ്പോൾ 1, 2, 3 മൈനസ് 1 അതെന്താ? 1, 2, 3 വരണം, രണ്ടാമത്തേൽ വരാൻ പാടില്ല. 2, 3 അല്ലേ? ശരിയല്ലേ? 1, 2, 3 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2, 3 കിട്ടും. ലെഫ്റ്റ് സൈഡ് ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ബിയും 2, 3 തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 ട്രൂ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2 and 3. 2 ഉം 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ.